നമസ്കാരം. പാരമ്പര്യ സ്വത്ത് നിക്ഷേപം എന്ന നിലയിൽ നിന്ന് വീട് എന്ന കോൺസെപ്റ്റ് ഇപ്പം മാറിയിരിക്കുകയാണ്. പണ്ട് വീടെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസിൻ്റെ സിമ്പലായിരുന്നു. എന്നാൽ ഇപ്പം നാട്ടുകാരെ കാണിക്കാനല്ല, മിച്ചമായ ഒരു ജീവിത അന്തരീക്ഷത്തിന് വേണ്ടിയാണ് വീട് നമ്മൾ പണിയുന്നത്. പണ്ട് വീട് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ സ്വത്തായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. വീട് പണിയുക എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുമക്കൾക്ക് തൊട്ടിൽ കെട്ടുന്ന കാര്യം വരെ ആലോചിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ജിം സ്പേസ്, അറ്റ്ലീസ്റ്റ് ഒരു ട്രെഡ്മില്ല് വെക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ വരാന്തയിൽ യോഗ ചെയ്യാനുള്ള സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വീട് പണിയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനും വേണ്ടിയിട്ടാണ്. മക്കളുടെ വളരുന്ന കാലഘട്ടം കഴിയുമ്പോൾ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഫ്ലാറ്റോ വീടോ സ്ഥലമൊക്കെ സ്വന്തമാക്കി അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ അടച്ചിടുന്ന വീടുകളുടെ എണ്ണം ഇന്ന് നമുക്ക് ചുറ്റും കൂടി വരികയാണ്. അപ്പം ആളില്ലാതാകുന്ന ഈ മുറികളെ നമുക്ക് ഹോം സ്റ്റേ പോലെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ പണിയുകയാണെങ്കിൽ വാർദ്ധക്യകാലത്ത് നമുക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. അതുപോലെ മറ്റ് രാജ്യങ്ങളെക്കുറിച്ച്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരോട് ഒരു ചങ്ങാത്തം കൂടാനും നമ്മുടെ വിരസത അകറ്റാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ വീട് പണിയുമ്പോൾ തുറന്ന ഒരു പ്ലാനിങ്ങോടുകൂടി എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ പണിയുകയാണെങ്കിൽ പിന്നീട് അത് ഉപകാരിക്കും.